പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. റമദാൻ മാസം നമ്മളോട് വിട പറയാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പരിശുദ്ധ റമദാൻ മാസം നമ്മളിലേക്ക് കടന്നു വന്നത് ഇന്നലെയോ മിനിഞ്ഞാന്നോ എന്ന രൂപത്തിലാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. വളരെ വേഗത്തിലാണ് ഈ മാസം നമ്മിൽ നിന്നും നീങ്ങിപ്പോയത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞ 27 ദിവസങ്ങളായി നമുക്ക് ഒരുപാട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. സാധ്യമാകുന്നത്ര നമ്മൾ രാത്രി നമസ്കാരങ്ങളിൽ, റമദാനിന്റെ രാത്രി നമസ്കാരത്തിൽ, തറാവീഹിൽ, ഖിയാമിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. സാധ്യമാകുന്ന രൂപത്തിൽ നമ്മൾ സദഖകൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, റമദാൻ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ ബാഹുല്യമല്ല നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. മറിച്ച് ഈ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമോ എന്ന ഒരു വേദനയാണ് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഈ ചെയ്ത പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ നഷ്ടക്കാരൻ. നമ്മളെക്കാൾ വലിയ നഷ്ടക്കാരൻ ലോകത്ത് വേറെ ആരുമില്ല. നമ്മൾ ഓരോ ദിവസവും രാവിലെ പകൽ പട്ടിണി കിടക്കുന്നു, രാത്രിയിൽ നമ്മൾ നമസ്കരിക്കുന്നു. വേറെയും കുറെ കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പറയപ്പെട്ട കർമ്മങ്ങളൊന്നും നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, നമ്മളുടെ കർമ്മങ്ങൾ അല്ലാഹു എണ്ണി കണക്കാക്കുമ്പോൾ ഇതൊന്നും അല്ലാഹു കബൂൽ ചെയ്തിട്ടില്ല എങ്കിൽ സഹോദരന്മാരെ, നമ്മൾ എത്ര വലിയ നഷ്ടക്കാരാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമോ എന്ന ചിന്തയായിരിക്കണം. ആ ചിന്ത ഉണ്ടാകുന്നത് ഹൃദയം നടുങ്ങുന്ന ആളുകൾക്കാണ്. ശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂനിലെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലദീന യുഅ്തൂന മാ അതൗ ഖുലൂബുഹും വജില, തങ്ങളുടെ കർമ്മങ്ങൾ, ആ ആളുകൾ തങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിച്ച് ഹൃദയങ്ങൾ നടുങ്ങുന്ന ആളുകൾ ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂനിലൂടെ പഠിപ്പിച്ചപ്പോൾ മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, റസൂലേ, അഹുമുൽ ലദീന യശ്റബൂനൽ ഖംർ വയസ്രിഖൂൻ, റസൂലേ, ഈ ആളുകൾ തങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ കുറിച്ചോർത്ത് ഹൃദയങ്ങൾ നടുങ്ങുന്ന, വേദനിക്കുന്ന, കിടുങ്ങുന്ന ആളുകൾ, അവർ കള്ളു കുടിക്കുകയും അതേപോലെ തന്നെ മോഷ്ടിക്കുകയും ചെയ്തവരാണോ എന്ന് പ്രവാചകനോട് ചോദിക്കുകയുണ്ടായി. സഹാബികളുടെ കൂട്ടത്തിൽ നമുക്കറിയാം, ഗതകാല കാലങ്ങളിൽ ധാരാളക്കണക്കിന് തിന്മകൾ ചെയ്തവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. മദ്യത്തിന് അടിമപ്പെട്ടവർ, മോഷണം നിരന്തരമാക്കിയവർ, അതേപോലെ വ്യഭിചാരം തൊഴിലാക്കിയവർ ഒക്കെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ തിന്മകൾ ചെയ്ത ആളുകൾ, ആ ആളുകളാണോ റസൂലേ ഈ രൂപത്തിൽ തങ്ങളുടെ പ്രവൃത്തികളുടെ വിഷയത്തിൽ ഹൃദയം നടുങ്ങുന്നവർ എന്ന് അല്ലാഹു പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി സഹോദരന്മാരെ നമ്മൾ ഈ സമയത്ത് ആലോചിക്കേണ്ട വിഷയമാണ്. പ്രവാചകൻ പറഞ്ഞു, ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ ആയിഷ, അല്ല, ഒരിക്കലും ആ ആളുകളല്ല. ആ ആളുകൾ എന്ന് പറഞ്ഞാൽ വലാകിന്നഹും അല്ലദീന യസൂമൂൻ, ആ ആളുകൾ നോമ്പെടുത്തവരായിരുന്നു. വയുസല്ലൂൻ, അവർ നമസ്കരിച്ചവരായിരുന്നു. വയതസദ്ദഖൂൻ, അവർ സദഖ നൽകിയവരായിരുന്നു. സുഹൃത്തുക്കളെ, റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളാണ്. നമ്മൾ നോമ്പെടുത്തിട്ടുണ്ട്, നമ്മൾ നമസ്കരിച്ചിട്ടുണ്ട്, നമ്മൾ സദഖ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ നോമ്പും സദഖയും നമസ്കാരവും എല്ലാം പ്രവർത്തിച്ച ആളുകളാണ് അവർ. പക്ഷേ വലാകിന്നഹും, അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും, ആ പ്രവർത്തനങ്ങൾ തങ്ങളിൽ നിന്നും സ്വീകരിക്കുമോ എന്ന് ആലോചിച്ചായിരുന്നു അവരുടെ ഹൃദയങ്ങൾ നടുങ്ങിയത്. ഉലൈക അല്ലദീന യുസാരിഊന ഫിൽ ഖൈറാത്ത്, അത്തരം ആളുകളാണ് നന്മകളിൽ മത്സരിക്കുന്നവരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, ആലോചിച്ച് നോക്കൂ, ഹൃദയം നടുങ്ങുന്നവരെന്ന് പറഞ്ഞാൽ, പടച്ചോനെ, ഞാൻ കുറെ തെറ്റു ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ അനാവശ്യം കുറെ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ കുറെ കേട്ടിട്ടുണ്ടല്ലോ, ഈ കേട്ടതൊക്കെ ഇതുകൊണ്ട് എന്നെ പിടികൂടുമോ എന്ന് പേടിക്കുന്നവരല്ല ഇവർ. മറിച്ച് പടച്ച റബ്ബേ, ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്, അല്ലാഹുവേ ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്, അല്ലാഹുവേ ഞാൻ സമ്പത്ത് ഒരുപാട് നൽകിയിട്ടുണ്ട്, ഇതെല്ലാം എന്നിൽ നിന്നും സ്വീകരിക്കുമോ ഇല്ലയോ എന്ന ആലോചനയാണ് സഹോദരന്മാരെ
അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയം നടുങ്ങുന്നവർ എന്ന് പറഞ്ഞവർ. എങ്കിൽ നമ്മൾ ആലോചിക്കണം, നമ്മളുടെ ഹൃദയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കുമോ എന്ന വിഷയത്തിൽ നടുങ്ങേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും ഞാനൊക്കെ കുറെ ചെയ്തിട്ടുണ്ട് എന്ന ചിന്തയാണ് പല ആളുകൾക്കും വരാറുള്ളത്. ഞാനൊക്കെ 30 ദിവസവും പള്ളിയിലേക്ക് തറാവീഹിന് എത്തിയിട്ടുണ്ട്. ചില ആളുകളൊന്നും അതിനൊന്നും വലിയൊരു ഗൗരവമില്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നാലോചിക്കുന്നവരാണ് നമ്മൾ ചില ആളുകൾ. റമദാനിന്റെ അവസാനത്തെ 10 ഖിയാമുൽ ലൈലിൽ ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ട് എന്നാലോചിക്കുന്നവരാണ് നമ്മളിൽ പല ആളുകളും. ഞാനൊക്കെ ഒരുപാട് നൽകിയിട്ടുണ്ട്, സ്വതക്ക നൽകിയിട്ടുണ്ട്, 10,000 നൽകിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നവരായിരിക്കും നമ്മൾ പല ആളുകളും. സുഹൃത്തുക്കളെ, ആ ചെയ്ത പ്രവർത്തനങ്ങൾ ഒന്നുപോലും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എങ്കിൽ സഹോദരന്മാരെ, നമ്മൾ എത്ര വലിയ നഷ്ടക്കാരാണ്. അതുകൊണ്ട് പടച്ച റബ്ബേ സ്വീകരിക്കണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന അധികരിക്കേണ്ടതായ സമയത്താണ് സഹോദരന്മാരെ നമ്മളുള്ളത്. റമദാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പരിപൂർണമായും സ്വീകരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. അതിനാവശ്യം എന്താണ്? നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ എന്താണ് ആവശ്യമായിട്ടുള്ളത് സഹോദരന്മാരെ? അതിൽ ഏറ്റവും പ്രധാനം പ്രാർത്ഥനയാണ്. കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. നമുക്കറിയില്ലേ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖലീലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഫിലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് നടന്നു വരുന്നത്. എന്തിനാണ്? കഅബ കെട്ടിപ്പടുക്കാനാണ്. അല്ലാഹുവിന്റെ കൽപ്പനയാണ് കഅബ കെട്ടി ഉയർത്തണമെന്ന്. അതിന് മകൻ ഇസ്മായിലിനെയും കൂട്ടിക്കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങൾക്ക് ഹജ്ജ് നിർവഹിക്കാനായിക്കൊണ്ട് കഅബ കെട്ടിപ്പടുക്കുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ കഅബ കെട്ടിപ്പടുക്കുന്ന സന്ദർഭത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? അല്ലാഹു ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ നമുക്കത് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ. ഇബ്രാഹിമും ഇസ്മായിലും കൂടി കഅബയുടെ കല്ലുകൾ ഓരോന്നും എടുത്ത് പടുത്തുയർത്തുമ്പോൾ തന്നെ അവർ പ്രാർത്ഥിച്ചത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ പടച്ചോനെ എന്നായിരുന്നു. നീ എല്ലാം കേൾക്കുന്നവരും അറിയുന്നവരുമാണ്, പടച്ചോനെ സ്വീകരിക്കണേ എന്നായിരുന്നു അവരുടെ പ്രാർത്ഥന. ചെയ്തു കഴിഞ്ഞിട്ടല്ല അവർ പ്രാർത്ഥിച്ചത്, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചു. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. കാതങ്ങൾ താണ്ടി മൈലുകൾ താണ്ടി യാത്ര ചെയ്തു വന്നത് കഅബ കെട്ടി ഉയർത്താനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനാണ്. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. പക്ഷെ എന്നിട്ടും ആ പ്രവാചകന്റെ പ്രാർത്ഥന പടച്ച റബ്ബേ സ്വീകരിക്കണേ എന്നാണ്. നിന്റെ കൽപ്പനയാണ് ശരിയാണ്, ഞാൻ ചെയ്തിട്ടുണ്ട് ശരിയാണ്, പക്ഷേ ഈ ചെയ്തത് നീ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ഹതഭാഗ്യനാണ് എന്ന ചിന്തയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളെ പഠിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, എങ്കിൽ നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും അല്ലാഹു സ്വീകരിച്ചോ എന്ന് നമ്മൾക്ക് ഉറപ്പില്ല എങ്കിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം നമ്മൾ, പടച്ചോനെ സ്വീകരിക്കണേ എന്ന്. ആ സ്വീകരിച്ചതിന് തെളിവായി കൂടി ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സഹോദരന്മാരെ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ തഖ്വ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചില്ലേ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിക്കുകയാണ്, കൂനു ലിഖബൂലിൽ അമൽ. നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടാകണം. അശദ്ദു ഇഹ്തിമാമൻ മിൻകും ബിൽ അമൽ. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പരിശ്രമിക്കേണ്ടത്, നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ആ കർമ്മങ്ങൾ സ്വീകരിച്ചോ എന്ന് ഉറപ്പുവരുത്താനായിരിക്കണം. ചെയ്യുന്നതല്ല, അത് പല ആളുകളും ചെയ്യുന്നുണ്ട്, പക്ഷേ ചെയ്ത് നഷ്ടമാകുവാൻ പാടില്ല, അത് സ്വീകരിക്കേണ്ടതുണ്ട്. അതിനാണ് നിങ്ങൾ സമയം കണ്ടെത്തേണ്ടത്. അതുകൊണ്ടാണ് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഒരു നമസ്കാരം സ്വീകരിച്ചു എന്നറിയുന്നതാണ് ഈ ലോകം മുഴുവനും എനിക്ക് കിട്ടുന്നതിനേക്കാൾ ഞാൻ ഉത്തമമായി കൊണ്ട് കണക്കാക്കുന്നത് എന്ന് മഹാനായ സഹാബിമാർ പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ആ ഒരു പരിശ്രമം, ആ ഒരു ശ്രദ്ധ നമുക്കുണ്ടാകണമെന്നാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ചെയ്തത് സ്വീകരിക്കണേ എന്ന് പറയുന്ന വിഷയത്തിൽ ഉണ്ടാകണം. കാരണം ചെയ്യുന്ന ആളുകൾ പല കോലത്തിലാണ്, ചെയ്യുന്നവർ പല കോലത്തിലാണ്. ആളുകളെ കാണിക്കാനും വേണ്ടി ചെയ്യുന്നവരുണ്ട്, ഞാൻ കുറെ ചെയ്തു എന്ന് ജനങ്ങളെ അറിയിക്കാനും വേണ്ടി,
ഇത് ആളുകളെ കാണണം എന്ന ചിന്തയിൽ റിയാഓടുകൂടി പ്രവർത്തിക്കുന്നവരുണ്ട്. അവരുടെ പ്രവർത്തനം അള്ളാഹുവിന് ആവശ്യമില്ല, അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. അത്തരം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ആദ്യം വിചാരണക്കെടുക്കുകയും അവരുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തി നശിപ്പിച്ചു കളഞ്ഞ് നരകത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ പറഞ്ഞില്ലേ, ലാ തുബ്തിലു അഅമാലകും ബിൽ മന്നി വൽ അദാ. നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞിട്ടും തിന്മകൾ ചെയ്തിട്ടും നിങ്ങൾ അമലുകളെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. അങ്ങനെയും ചില ആളുകളുണ്ട്, ചെയ്യുമ്പോൾ വലിയ ഖലാസിൽ ചെയ്തതായിരിക്കാം, പക്ഷേ ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് ആളുകളോട് പറഞ്ഞു നടക്കുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ, അത് നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തലാണ്. അതുകൊണ്ട് മുൻഗാമികൾ പറഞ്ഞു, നിങ്ങൾ ആരും അറിയാത്ത പ്രവർത്തനങ്ങൾ നിങ്ങൾക്കുണ്ടാകണം. ജനങ്ങൾ അറിയാത്ത പ്രവർത്തനങ്ങൾ, ജനങ്ങൾ അറിയുന്ന പ്രവർത്തനങ്ങൾ മാത്രമല്ല, അറിയാത്ത പ്രവർത്തനങ്ങൾ നിങ്ങൾക്കുണ്ടാകണം. ആ പ്രവർത്തനങ്ങളായിരിക്കണം കൂടുതൽ ഉണ്ടാകേണ്ടത്. നമ്മൾ ചെയ്ത പ്രവൃത്തികൾ ജനങ്ങൾ അറിയാതിരിക്കാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുൻഗാമികളിൽ നിന്നും അത്തരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നിട്ടുണ്ട്. അവർ ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി തന്റെ തിന്മകൾ ജനങ്ങൾ എങ്ങനെ അറിയാതിരിക്കുവാൻ പരിശ്രമിക്കുമോ അതിനേക്കാൾ കൂടുതൽ തന്റെ നന്മകൾ ആളുകൾ അറിയാതിരിക്കാൻ അവർ പരിശ്രമിച്ചിരുന്നുവെന്ന്. നമ്മളൊരു തോന്നിവാസം ചെയ്താൽ നമ്മൾ ആളുകൾ മുമ്പിൽ വിളിച്ചു പറയൂല, അത് ആളുകൾ അറിയാതിരിക്കാൻ നമ്മൾ എന്തും ശ്രദ്ധിക്കും. അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ചെയ്ത നന്മകൾ ആളുകൾ അറിയാതിരിക്കുവാൻ മുൻഗാമികൾ കാണിച്ചിരുന്നുവെന്ന് നമുക്ക് സലഫുകളെ കുറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിച്ചു നൽകുന്നു. സുഹൃത്തുക്കളെ, എങ്കിൽ ആളുകളെ അറിയിക്കാത്ത രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ആ പ്രവർത്തനങ്ങളെല്ലാം പടച്ചവൻ സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. സുഹൃത്തുക്കൾ, നമുക്കറിയില്ലേ, പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ അള്ളാഹു നമ്മോട് പറഞ്ഞത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് നിങ്ങൾ തഖ്വ നേടിയെടുക്കാൻ വേണ്ടിയാണ്, മുത്തഖീങ്ങളാകുവാൻ വേണ്ടിയാണ്. ആ മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ സ്വീകരിക്കുന്നത്. സുഹൃത്തുക്കളെ, എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമോ എന്ന ചിന്ത നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്ന് സുഹൃത്തുക്കളെ ആലോചിക്കുക. കാരണം പടച്ചറബ് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ നഷ്ടക്കാരായി തീരുമെന്നാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ മുൻഗാമികൾ റമദാൻ മാസം കഴിയുന്നതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ അവർ അല്ലാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചത്, പടച്ചറബേ എന്റെ കർമ്മങ്ങൾ സ്വീകരിക്കണേ എന്ന്. റമദാൻ കഴിഞ്ഞ 6 മാസക്കാലം വരെ പടച്ചോനെ എന്റെ റമദാനിലെ പ്രവർത്തനം സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ച സഹാബികളെ വരെ ചരിത്രത്തിൽ കാണുവാൻ സാധ്യമാകും. സുഹൃത്തുക്കളെങ്കിൽ ആലോചിക്കുക, നമ്മൾ ഓരോരുത്തരും അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇനിയോ നമ്മൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു എന്നതിനുള്ള അടയാളമായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് സഹോദരന്മാരെ കർമ്മങ്ങളുടെ നൈരന്തര്യമാണ്. അല്ലാഹു സ്വീകരിച്ചു എന്നതിന്റെ കാരണമായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഒരു കാലത്ത് കർമ്മങ്ങൾ ചെയ്ത് അതിന് തുടർച്ചയുണ്ടാക്കുന്നുവെങ്കിൽ അവന്റെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു എന്നാണ് അർത്ഥം. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, മിൻ ഉഖൂബത്തി സയ്യിഅതി അസ്സയ്യിഅതു ബഅദഹാ. ഒരാൾ തിന്മ ചെയ്തു, ആ തിന്മക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കും എന്നതിന്റെ അടയാളം എന്താണ്? അവൻ തിന്മകൾക്ക് ശേഷം തിന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ഹറാമ് കാണും, പിന്നെയും കാണും, പിന്നെയും കാണും, പിന്നെയും കേൾക്കും, പിന്നെയും ചെയ്യും. തിന്മകൾ നിരന്തരമായി ചെയ്യുന്നു എന്നുള്ളത് അവന്റെ ശിക്ഷ ഉറച്ചിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണ്. എന്നാൽ വമിൻ സവാബിൽ ഹസനതി, ഒരാൾക്ക് നന്മകൾ ചെയ്തു അതിനവന് കൂലി കിട്ടി എന്നതിന് അടയാളം എന്താണ്? അൽ ഹസനതു ബഅദഹാ, അതിനുശേഷം ചെയ്യുന്ന നന്മകളാണ്. ഒരു നന്മ ചെയ്തിട്ട് ആ നന്മ അല്ലാഹു സ്വീകരിച്ചു എന്നതിന് അടയാളം എന്താണ്? ആ നന്മകൾക്ക് തുടർച്ചയുണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായി കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. റമദാൻ മാസത്തിലെ പ്രവർത്തനങ്ങൾ അത് സ്വീകരിക്കുന്നതിന് ഒരു സ്ഥിരത പ്രവാചകൻ പിന്നീട് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? റസൂൽ പറഞ്ഞില്ലേ, മൻ സാമ റമദാൻ, ആരെങ്കിലും റമദാനിൽ നോമ്പെടുത്തു, സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, എന്നിട്ട് ശവ്വാൽ മാസത്തിൽ അവൻ വീണ്ടും 6 ദിവസം നോമ്പെടുത്തു എങ്കിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷം മുഴുവൻ നോമ്പെടുത്ത കൂലി അല്ലാഹു നൽകുമെന്നാണ്. നിങ്ങൾ നോക്കൂ, റമദാൻ കഴിഞ്ഞപ്പോൾ നോമ്പ് അവസാനിക്കുന്നില്ല, റമദാൻ കഴിഞ്ഞിട്ട് നോമ്പ് തുടരുകയാണ്. പെരുന്നാൾ കഴിഞ്ഞ ഉടനെ ശവ്വാൽ 2 മുതൽ തന്നെ 6 ദിവസത്തെ നോമ്പ് അല്ലാഹു നമുക്ക് നിയമമാക്കിയിട്ടുണ്ട്. എങ്കിൽ ഒരു കൊല്ലം മുഴുവൻ നോമ്പെടുത്ത കൂലി കിട്ടും.
ഓരോ മാസത്തിലും 13-14 ദിവസങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും 3 ദിവസങ്ങൾ നമുക്ക് നോമ്പെടുക്കാം. അള്ളാഹു നിയമമാക്കിയിട്ടുണ്ട്. എല്ലാ തിങ്കളും വ്യാഴവും നമുക്ക് നോമ്പെടുക്കാം. അള്ളാഹു നിയമമാക്കിയിട്ടുണ്ട്. സാധിക്കുന്നവർക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിരന്തരമായി കൊണ്ട് നോമ്പെടുക്കാം. അള്ളാഹു നിയമമാക്കിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, റമദാൻ കഴിയുന്നതോടുകൂടി അവസാനിക്കേണ്ടതല്ല നോമ്പ്. അത് തുടർച്ചയുണ്ടാകണം. എങ്കിലാണ് റമദാനിലെ നോമ്പ് പടച്ചോൻ സ്വീകരിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുക. റമദാൻ നമ്മൾ ഖുർആൻ പാരായണം ചെയ്തില്ലേ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നമ്മൾ എത്ര ചെയ്തു എന്ന് നമുക്കറിയാം. ഈ ചെയ്ത ഖുർആൻ പാരായണം അള്ളാഹു സ്വീകരിച്ചു എന്നതിന് തെളിവെന്താണ്? റമദാൻ കഴിഞ്ഞാലും നമ്മൾ ഖുർആൻ പാരായണം തുടർത്തണം. എങ്കിലാണ് പടച്ചോൻ ഇത് സ്വീകരിച്ചു എന്ന് നമുക്ക് ഉറപ്പുണ്ടാവുക. സഹോദരന്മാരെ, റമദാൻ മാസത്തിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്. ആ പാരായണം റമദാനോടുകൂടി അവസാനിപ്പിക്കേണ്ടതല്ല. ചില ആളുകളൊക്കെ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ തുറക്കുന്നത്, പിന്നെ ഒരു ഖത്തം തീർക്കുന്നത് അടുത്ത റമദാനിലാണ്. ഈ റമദാനിനിടയിലുള്ള ദിവസങ്ങളിൽ ഒരു തവണ പോലും ഖുർആൻ പാരായണം ചെയ്തു തീർക്കാത്തവരാണ് സമൂഹത്തിൽ ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നത്. നമ്മൾ ആ കൂട്ടത്തിലായി പോകുവാൻ പാടില്ല. സഹോദരന്മാരെ, നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മൾ തുടർന്നും ഉണ്ടാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധ്യമാകുമെങ്കിൽ ഓരോ മാസത്തിലും ഓരോ തവണ ഖുർആൻ ഖത്തം ചെയ്ത് തീർക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. റമദാൻ മാസത്തിൽ നമ്മൾക്ക് ശീലമായിട്ടുണ്ട്. അതിനിയും തുടരണം. രാവിലെ സുബഹിന്റെ സമയത്ത് നമ്മൾ പാരായണം ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഒഴിവ് കിട്ടുമ്പോഴെല്ലാം നമ്മൾ ഖുർആൻ പാരായണം ചെയ്തിരുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഇനിയും അത്തരം അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഖുർആൻ പാരായണം എന്ന പ്രവർത്തനം അള്ളാഹു സ്വീകരിച്ചു എന്ന് ഉറപ്പുവരുത്തുക. റമദാൻ മാസത്തിൽ നമ്മൾ പള്ളികളിൽ എത്തിയിട്ടുണ്ട് നമസ്കരിക്കുവാൻ. ജമാഅത്തുകൾ നഷ്ടപ്പെടുത്താതിരിക്കുവാൻ പലരും ശ്രദ്ധിച്ചിട്ടുണ്ട്. റമദാൻ മാസത്തിന്റെ ജമാഅത്തുകൾക്ക് പള്ളിയിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, റമദാനിൽ നമ്മൾ അനുഷ്ഠിച്ച ഈ ജമാഅത്ത് നമസ്കാരം അള്ളാഹു സ്വീകരിച്ചതിന് തെളിവെന്താണ്? റമദാന് ശേഷവും പള്ളികളിൽ വിളിയുയരും. പള്ളികളിലേക്ക് വിളിച്ചുകൂടെ ഹയ്യാ അലസ് സ്വലാ, ഹയ്യാ അൽ ഫലാ എന്ന്, വിജയത്തിലേക്ക് വാ, നമസ്കാരത്തിലേക്ക് വാ എന്ന് റമദാന് ശേഷവും വിളിയുയരും. സുഹൃത്തുക്കളെ, ആ സമയത്ത് വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടി പള്ളിയിലേക്ക് എത്തുവാൻ കഴിയുമ്പോഴാണ് റമദാനിൽ നമ്മൾ നിർവഹിച്ച ജമാഅത്തുകൾ അള്ളാഹു സ്വീകരിച്ചു എന്ന് നമുക്കൊരു ഉറപ്പ് കിട്ടുന്നത്. അല്ല നമ്മൾ അവിടെ അശ്രദ്ധമാകുന്നുവെങ്കിൽ, ജമാഅത്തുകളുടെ വിഷയത്തിൽ നമുക്കൊരു ശ്രദ്ധയില്ല എങ്കിൽ, പലതും നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ, സുഹൃത്തുക്കളെ, ഈ ഒരു മാസത്തെ കഷ്ടപ്പാടുകൾ നമുക്ക് വെറുതെയായി പോകുമെന്നാണ്. അതുകൊണ്ട് തുടർച്ചയുണ്ടാകണം. ഓരോ പ്രവർത്തനങ്ങൾക്കും, നമ്മൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും തുടർച്ചയുണ്ടാകണം. സ്വതകൾ നമ്മൾ ധാരാളമായി നൽകിയിട്ടുണ്ട്. 5 നേരത്തെ നമസ്കാരങ്ങളിൽ ഒരുപക്ഷെ പല നമസ്കാരങ്ങൾക്ക് ശേഷവും പല ആളുകൾ നമ്മളിലേക്ക് പല ആവശ്യങ്ങളുമായി വന്നിട്ടുണ്ട്. വീടുകളിലേക്ക് പല ആളുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പല ആളുകൾക്കും നൽകിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ആ സ്വീകാര്യത ഉറപ്പുവരുത്തുന്നത് റമദാന് ശേഷവും പല ആവശ്യങ്ങളുമായി നമ്മുടെ മുമ്പിലേക്ക് ആളുകൾ വരുമ്പോൾ, നമ്മൾ അവരെ സമീപിക്കുമ്പോൾ, നമ്മൾ അവരെ സ്വീകരിക്കുമ്പോൾ, അവിടെയാണ് നമ്മുടെ സദഖകൾ സ്വീകരിച്ചു എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഓരോ പ്രവർത്തനങ്ങൾക്കും, ചെയ്ത പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകണം. അപ്പോൾ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുന്നത്. ഇനിയോ സഹോദരന്മാരെ, പ്രവർത്തനങ്ങൾ കഴിയുമ്പോൾ ആ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ പിന്നീട് നമ്മൾ അതിനുശേഷം തുടർച്ചേണ്ടത് സുഹൃത്തുക്കളെ പാപമോചന തേട്ടങ്ങളാണ്. സൽക്കർമ്മങ്ങൾ തുടർച്ച എന്ന് പറയുന്നത്, സൽക്കർമ്മങ്ങളുടെ പരിസമാപ്തി എന്ന് പറയുന്നത്, അത് പാപമോചനത്തിലൂടെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ അല്ലാഹു ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കേണ്ട സമയത്താണ് നമ്മളുള്ളത്. റമദാനിന്റെ 2 അല്ലെങ്കിൽ 3 ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. ഈ ദിവസങ്ങളിൽ റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞു കണ്ണുനീർ വാർക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. എങ്കിലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ചു ഉറപ്പുവരുത്തുകയുള്ളൂ. നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല കർമ്മങ്ങളുടെയും അവസാനത്തിൽ പഠിപ്പിച്ചത് എന്താണ്? കർമ്മങ്ങളുടെ പൂർത്തീകരണം ഇസ്തിഗ്ഫാറിലൂടെയാണ്. ഹജ്ജ് കർമ്മത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 199 വചനത്തിൽ പറഞ്ഞു, ഫുമ്മ അഫീദു മിൻ ഹൈസു അഫാദൻ നാസ്. ജനങ്ങൾ ഹജ്ജിന്റെ അവസാനത്തിനെ കുറിച്ച് അല്ലാഹു പറയുന്നു, ആ ജനങ്ങളൊക്കെ അതിന് പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ, ജനങ്ങളൊക്കെ ഇഫാദ ചെയ്യുന്നിടത്ത് നിങ്ങൾ പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ, വസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ തേടണേ. ഇന്നല്ലാഹ ഗഫൂർ റഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ ഹജ്ജിന്റെ കർമ്മം കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിൽ ഇറങ്ങിയ സൂറത്തായിരുന്നു
ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് പറഞ്ഞ സൂറത്തുൽ നസ്ർ, അതിന്റെ അവസാനം അല്ലാഹു പറഞ്ഞത് എന്താണ്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا. റസൂലേ, ജനങ്ങൾ സംഘമായി കൊണ്ട് ഈ ദീനിലേക്ക് സംഘമായി കൊണ്ട് ആളുകൾ പിന്നെ മത്സരിച്ചുകൊണ്ട് വരുന്നത് താങ്കൾക്ക് കാണാം. അങ്ങനെ ആളുകൾ സംഘമായി കൊണ്ട് ഈ ദീനിലേക്ക് കയറി കഴിഞ്ഞാൽ റസൂലേ, താങ്കൾ അല്ലാഹുവിനെ തസ്ബീഹ് അർപ്പിക്കുകയും അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുകയും ചെയ്യണം. ഇന്നഹു കാന ഗഫാറ ഇന്നഹു കാന തവ്വാബ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുന്നവനാണ് എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന്, ഇസ്ലാമിന്റെ വിജയത്തിന് അടയാളമായി കൊണ്ട് പ്രവാചകനോട് അല്ലാഹു പറഞ്ഞത്, റസൂലേ, ഇനി താങ്കൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണമെന്നാണ്. ഈ സൂറത്ത് ഇറങ്ങിയ ശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലും സുജൂദിലും സുബ്ഹാനകല്ലാഹു റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന പ്രാർത്ഥന അധികരിപ്പിച്ചത് എന്ന് സഹാബികളെ പറയുന്നത് കാണാൻ സാധ്യമാകും. സുഹൃത്തുക്കളെ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നുള്ളത് കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹു പഠിപ്പിച്ച വിഷയമാണ്. നോമ്പിന്റെ കാര്യം പറഞ്ഞിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന്റെ നിയമങ്ങളെ പറയുന്നതിന്റെ കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബൂലി വൽയുഅ്മിനൂനി ലഅല്ലഹും യർഷദൂൻ എന്ന് അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മളുടെ പാപങ്ങളെ പുറച്ചെടുക്കാൻ വേണ്ടി ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ടതുണ്ട്. തിന്മകൾ ചെയ്ത ആളുകൾ മാത്രമല്ല ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്, തിന്മകൾ ചെയ്ത ആളുകൾ ചെയ്യേണ്ടത് തൗബയാണ്, ഖേദിച്ചു മടങ്ങലാണ്. പക്ഷേ അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഇസ്തിഗ്ഫാറിന്റെ തേട്ടങ്ങൾ അത് എല്ലാവരും ചെയ്യേണ്ടതാണ്. കാരണം കർമ്മങ്ങളുടെ പൂർത്തീകരണം, അതിന്റെ സ്വീകാര്യത അതിലൂടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നമസ്കാരങ്ങൾക്ക് ശേഷം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 വട്ടം ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ഓരോ കർമ്മങ്ങൾക്ക് ശേഷവും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ റമദാനിന്റെ അവസാന നിമിഷങ്ങളിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുന്നവരാകണം. പടച്ചറബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരായി, പാപങ്ങൾ പടച്ചറബിനോട് ഏറ്റു പറയുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഇനി ഒരുപക്ഷേ ഒരു റമദാൻ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമോ എന്ന് നമുക്കൊരാൾക്കും ഉറപ്പില്ല. അത് ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ സഹോദരന്മാരെ, അല്ലാഹുവോട് ആത്മാർത്ഥമായി നമ്മൾ പറയാനുള്ളതെല്ലാം പറയേണ്ടതുണ്ട്. പിശാചിനെ കെട്ടിയിട്ട, സ്വർഗവാതിലുകൾ തുറന്നു വെച്ച, നരകത്തിന്റെ വാതിലുകൾ അടച്ചു വെച്ച ഈ മാസത്തിൽ സഹോദരന്മാരെ, നമ്മുടെ പാപങ്ങൾ അല്ലാഹുവോട് ഏറ്റു പറയാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഇനി ഒരു റമദാൻ കടന്നു വരണമെങ്കിൽ ഇനി 11 മാസങ്ങൾ കഴിഞ്ഞാലാണ് അടുത്ത റമദാൻ നമ്മളിലേക്ക് എത്തുക. എന്നാൽ ഈ 11 മാസങ്ങളിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടാകുമോ എന്ന് നമുക്കാർക്കാണ് ഉറപ്പുള്ളത്? എത്ര ആളുകൾക്ക് പറയാൻ കഴിയും അടുത്ത റമദാൻ, ഈ റമദാൻ അധികം മുതലായിട്ടില്ല, ഇൻഷാ അല്ലാഹ് അടുത്ത റമദാനിലാക്കാം എന്ന് വിചാരിക്കാൻ സുഹൃത്തുക്കളെ, നമുക്ക് എന്ത് ഉറപ്പാണുള്ളത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും തീരാവുന്ന വിഷയമാണ് നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞാൽ. നമ്മളൊരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് അങ്ങാടിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ആ പ്രൊഡക്റ്റിന് ഗ്യാരണ്ടിയും വാറണ്ടിയും പറയും കമ്പനി. ഇത്ര കാലം എത്തുമെന്ന് അവർ ഉറപ്പ് പറയും. അത് എത്തിയിട്ടില്ല എങ്കിൽ അവർ തിരിച്ചെടുക്കുമെന്ന് അവർ നമുക്ക് ഉറപ്പ് നൽകും. എന്നാൽ അത് വാങ്ങി കയ്യിൽ വെച്ച് നമുക്ക് എന്തുറപ്പാണുള്ളത്? എന്തു ഗ്യാരണ്ടിയാണുള്ളത്? നമ്മൾ വാങ്ങിയ വസ്ത്രം 2, 3, 4, 5 കൊല്ലം അത് ഈട് നിൽക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. എന്നാൽ അത് വാങ്ങിയ നമ്മൾ അത് ധരിക്കാൻ കഴിയുമെന്ന് നമുക്ക് എന്തുറപ്പാണുള്ളത്? പെരുന്നാളിനെ ധരിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങി വെച്ച വസ്ത്രം സുഹൃത്തുക്കളെ, അത് പരിപൂർണ ആരോഗ്യത്തോടു കൂടി ധരിക്കാൻ കഴിയുമെന്ന് നമുക്ക് എന്തുറപ്പാണുള്ളത്? ഉറപ്പില്ലാത്തത് നമ്മുടെ ജീവന് മാത്രമാണ്. ഏതു നിമിഷവും തീരാവുന്നതാണ് നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞാൽ. അതിന് നേരമില്ല, അതിന് കാലമില്ല, അതിന് പ്രായമില്ല. സഹോദരന്മാരെ, പ്രായം ചെന്ന ഉപ്പാപ്പമാർക്ക് ബെഡിൽ കിടക്കുമ്പോഴല്ലേ ചെറിയ പേരക്കുട്ടികൾ മരിച്ചു വീഴുന്നത്? എത്രയെത്ര വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തെല്ലാം ആവശ്യങ്ങൾ പൂർത്തീകരിക്കണമെന്ന് സ്വപ്നം കണ്ട ആളുകൾ തങ്ങളുടെ സ്വപ്നങ്ങൾ പരിപൂർണമാക്കും മുമ്പേ ഇഹലോകത്ത് വിട പറഞ്ഞു പോയ ചരിത്രങ്ങൾ, സംഭവങ്ങൾ നമുക്ക് എത്ര പറയാനുണ്ട്. നമ്മുടെ കൂടെ ജീവിച്ചിരുന്ന നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ സൗഹൃദ വലയത്തിലെ എത്ര ആളുകൾ സഹോദരന്മാരെ ഇപ്പോൾ പരിപൂർണ ആരോഗ്യത്തോടു കൂടി ഈ ഭൂമിയിൽ ബാക്കിയുണ്ട്? എത്ര ആളുകൾ അസുഖമായിട്ട് കിടക്കുന്നുണ്ട്? ഒരു പ്രശ്നവുമില്ലാത്ത ആളുകളൊക്കെ പെട്ടെന്നൊരു ദിവസമാണ് പലതും വന്നുകൊണ്ട് ആശുപത്രി കിടക്കയിലാകുന്നത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നമുക്കെന്തുറപ്പുണ്ട് നമ്മൾ അടുത്ത റമദാൻ വരെ ബാക്കിയാകുമെന്ന്? അതുകൊണ്ട് ഈ റമദാൻ കഴിയും മുമ്പ് തന്നെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റു പറയാൻ നമ്മൾ സമയം കണ്ടെത്തണം.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും റമദാനിന്റെ അവസാനം എടുക്കുമ്പോൾ പള്ളികളിൽ നിന്ന് കരയാറുണ്ടായിരുന്നുവെന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ ഇമാം നിൽക്കുമ്പോൾ അസീസിൻ മിർജൽ, ചീനച്ചട്ടിയിൽ വറുക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തേങ്ങലടിച്ച് കരയാറുണ്ടായിരുന്നുവെന്ന് സഹാബികൾ പറയുന്നുണ്ട്. റസൂലുള്ളാഹിയുടെ സഹാബികൾ ഇഅ്തികാഫിൽ നിന്നിരുന്ന ടെന്റുകളിൽ നിന്ന് കരച്ചിലുകൾ, രോദനങ്ങൾ ഞങ്ങൾ കേൾക്കാറുണ്ടായിരുന്നുവെന്ന് സഹാബികൾ സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. അവർ കരഞ്ഞത് എന്തിനായിരുന്നു സുഹൃത്തുക്കളെ? അവർ കരഞ്ഞത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഒന്ന്, തങ്ങൾ ചെയ്ത പാപങ്ങൾ അള്ളാഹുവിടെ ഏറ്റുപറയുന്ന വിഷയത്തിലായിരുന്നു. 2, തങ്ങൾ ചെയ്ത കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമോ എന്ന ബേജാറിലായിരുന്നു. സുഹൃത്തുക്കളെ, ഇത് 2 നമുക്കുണ്ടാകണം. ഇത് 2 ചെയ്യാതെ അശ്രദ്ധനായിക്കൊണ്ടാണ് നമ്മൾ വീണ്ടും ജീവിക്കുന്നതെങ്കിൽ സഹോദരന്മാരെ, നമ്മൾ റമദാൻ കൊണ്ട് നേട്ടമുണ്ടാക്കിയവരല്ല. ഇനി റമദാൻ കൂടി കടന്നു വന്നിട്ട് അത് നഷ്ടപ്പെടുത്തിയ ആളുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, കർമ്മങ്ങൾ അധികരിപ്പിക്കുവാൻ, ഇനിയും തുടർച്ച കൊണ്ടുപോകുവാൻ, അത് സ്വീകരിക്കുവാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് ജീവിതം മുന്നോട്ട് പോയി ഏറ്റവും നല്ല സുന്ദരമായ ജീവിതം നമ്മൾ നയിക്കുമ്പോഴാണ് അവസാനത്തിൽ മരണസമയത്ത് ആകാശമേലാപ്പിൽ നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് നമ്മളോട് ഇങ്ങനെ പറയുമെന്നാണ്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് എന്റെ റബ്ബ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചവർ, ഫുമ്മസ്തഖാമു, എന്നിട്ട് ഇസ്തിഖാമത്തോടു കൂടി ജീവിച്ചവർ, റമദാൻ മാസത്തിൽ മാത്രം പ്രവർത്തിച്ചവരല്ല. മുൻഗാമികൾ പറയാറുണ്ട്, ലാ തകുൻ റമദാനിയൻ, നീ റമദാനിന്റെ ആളായി മാറരുത്, ഫകുൻ റബ്ബാനിയൻ, നീ റബ്ബിന്റെ ആളായി മാറണം. റമദാൻ മാസത്തിൽ മാത്രം സീസണൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായിക്കൊണ്ട് നിങ്ങൾ മാറരുത്. പള്ളികളിൽ നിങ്ങൾ നേരത്തെ എത്തണം. നമസ്കാരങ്ങൾ തുടർച്ചേണ്ടതുണ്ട്. രാത്രി നമസ്കാരങ്ങൾ റമദാനിൽ നമ്മൾ തുടങ്ങിയത് സുഹൃത്തുക്കൾ അവസാനിപ്പിക്കേണ്ടവരല്ല, ഇനിയും തുടർന്നു കൊണ്ടുപോകേണ്ടതുണ്ട്. 11 റക്അത്ത് പരിപൂർണമായി കഴിയില്ല എങ്കിൽ ഒരു 3 റക്അത്തെങ്കിലും തുടർച്ചാൻ കഴിയേണ്ടതുണ്ട്. നിങ്ങൾ ഒരിക്കലും റമദാനിന്റെ സീസണൽ വർക്കേഴ്സ് ആയിക്കൊണ്ട് നിങ്ങൾ മാറാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ റബ്ബിന്റെ ആളുകളായി മാറണം എന്ന് മഹാന്മാരായ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് അതാണ് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ. അതിൽ അടിയുറച്ചു നിൽക്കണം. എപ്പോഴെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്യുന്നവരല്ല, ചെയ്യുന്ന പ്രവർത്തനത്തിൽ സ്ഥിരതയുള്ളവരായിക്കൊണ്ട് അടിയുറച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അവർ ഭരിക്കുന്ന സമയത്ത് അവരിലേക്ക് മലക്കുകൾ ഇറങ്ങി വരുമെന്ന്. ആ മലക്കുകൾ ഇറങ്ങി വരും. എന്തിനാണ് ഇറങ്ങി വരുന്നത്? അവർ പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല, വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത നിങ്ങൾ കേട്ടുകൊള്ളുക, അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗം, അല്ല നിങ്ങൾ സന്തോഷ വാർത്ത കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ മലക്കുകൾ ഇറങ്ങി വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകുമോ എന്നാണ്. ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകുമോ? ഈ റമദാൻ എനിക്ക് ആ രൂപത്തിൽ ആയിത്തീരുവാൻ എനിക്കാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ സുഹൃത്തുക്കളെ, അള്ളാഹുവിടെ ആത്മാർത്ഥമായി കേട് പറയേണ്ട സന്ദർഭമാണ്. അള്ളാഹുവിടെ ആത്മാർത്ഥമായി സ്വീകരിക്കാൻ വേണ്ടി പറയേണ്ട സന്ദർഭമാണ്. ഈ റമദാനിൽ നമ്മൾ നിർത്തിവെച്ച തിന്മകൾ സുഹൃത്തുക്കളെ റമദാൻ കഴിയുമ്പോൾ വീണ്ടും തുടങ്ങരുത്. പുകവലി റമദാൻ പകൽ നമ്മൾ ചെയ്തിട്ടില്ല, അത് പരിപൂർണമായി ഒഴിവാക്കുവാൻ നമ്മൾക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പകലിൽ ചെയ്യാൻ പാടില്ല എന്ന ഉറപ്പ് നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ പകൽ സമയത്ത് ഒഴിവാക്കിയത്. എങ്കിൽ സഹോദരന്മാരെ, അത് ചെയ്യാനേ പാടില്ല എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പന. എങ്കിൽ നമ്മളത് മനസ്സ് വെച്ചാൽ നമുക്കത് സാധ്യമാകും. ഹറാമുകൾ കാണാതിരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ നോമ്പുകാരനായതുകൊണ്ട്. ഹറാമുകൾ കേൾക്കാതിരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ നോമ്പുകാരനായിക്കൊണ്ട്. വൃത്തികേടുകൾ ചെയ്യാതിരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ നോമ്പുകാരനായതുകൊണ്ട്. ആളുകൾ ഉപദ്രവിക്കാതിരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ നോമ്പുകാരായതുകൊണ്ട്. എങ്കിൽ സുഹൃത്തുക്കളെ, ഇനിയും അങ്ങോട്ട് റമദാൻ കഴിഞ്ഞാലും അതിന് തുടർച്ചയുണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ റമദാൻ ചെയ്ത പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നത്. അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ സുഹൃത്തുക്കളെ, ഏത് സമയത്ത് മലക്കുൽ മൗത്ത് വന്നാലും സന്തോഷത്തോടു കൂടി പിടികൊടുക്കുവാൻ മാത്രം കഴിയുന്നവരായി നമുക്ക് മാറുവാൻ സാധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ സന്തോഷത്തോടു കൂടി മരിക്കുന്ന സ്വർഗവാസികളായി മരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على محمد وعلى ال محمد. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണം. ഒരിക്കൽ കൂടി ഓരോരോ ചെറിയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാൻ മാസം കഴിഞ്ഞാൽ നമ്മളിലേക്ക് എത്തുന്ന സന്തോഷത്തിന്റെ ദിവസമാണ് പെരുന്നാൾ എന്നുള്ളത്. ആ പെരുന്നാൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആഘോഷ ദിവസങ്ങൾ, അടിച്ചു പൊളിക്കാൻ മാത്രമുള്ളതല്ല. പലപ്പോഴും
പല മതങ്ങളുടെയും ആഘോഷങ്ങൾ അവർ എല്ലാം മതിമറന്ന് ഇന്നൊരൊറ്റ ദിവസമല്ലേ ഉള്ളൂ, ഇന്ന് നമുക്ക് ആഘോഷിക്കേണ്ട ദിവസമല്ലേ എന്ന് പറഞ്ഞ് മതിമറക്കുന്നതാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്ക് അള്ളാഹു നൽകിയ 2 ആഘോഷങ്ങൾ, ആ 2 ആഘോഷങ്ങൾ ഇബാദത്തുകൾ അധികരിപ്പിക്കാനുള്ള ദിവസങ്ങളാണ്. സന്തോഷത്തിനുള്ള സമയമാണ്, അതോടൊപ്പം തന്നെ ഇബാദത്തുകൾ അധികരിപ്പിക്കാനാണ്. റമദാൻ മാസത്തിലെ നോമ്പ് പറഞ്ഞെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അവസാനിപ്പിക്കുന്നിടത്ത് വലിതുകബ്ബിറുല്ലാഹു അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തക്ബീറുകൾ നിങ്ങൾ ഉറക്കെ മുഴക്കുവാനും അല്ലാഹുവിനെ ശുക്ർ ചെയ്യുവാനും വേണ്ടിയാണ് അല്ലാഹു നിങ്ങൾക്ക് ഇതെല്ലാം നൽകുന്നത് എന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ എന്ന് പറയുന്നത് ആഘോഷത്തിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ അധികരിപ്പിക്കേണ്ട ദിവസമാണ്. സാധാരണ ദിവസങ്ങളിൽ വ്യത്യസ്തമായി പെരുന്നാൾ ദിവസത്തിൽ നമുക്ക് ഒരു നമസ്കാരം കൂടുതലായിട്ടാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. ആ നമസ്കാരം ലോകത്ത് വേറൊരു ദിവസവുമില്ല. ഇന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ നമസ്കാരവും പെരുന്നാളിന്റെ അന്നുമുണ്ട്. അതൊന്നും ഒഴിവാക്കാൻ പാടില്ല. 5 നേരത്തെ ജമാഅത്തുകൾ അന്ന് ഒഴിവാക്കരുത്. രാത്രി നമസ്കാരം അന്ന് ഒഴിവാക്കരുത്. ആ നമസ്കാരങ്ങൾക്കെല്ലാം പുറമെ ഒരു നമസ്കാരം കൂടുതലാണ്. ആ നമസ്കാരത്തിൽ തന്നെ 12 തക്ബീറുകൾ കൂടുതലാണ്. ആ നമസ്കാരത്തിന് ശേഷം വീണ്ടും ഒരു ഖുതുബ കൂടുതലാണ്. അങ്ങനെ ഇബാദത്തുകൾ കൂടുതൽ ചെയ്യാനുള്ള അവസരമായിട്ടാണ് പെരുന്നാളിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കി നൽകുന്ന സുഹൃത്തുക്കളെ, ഇബാദത്തുകൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ദിവസം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളിലേക്ക് എത്തുന്ന സുദിനമാണ് പെരുന്നാൾ എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, പെരുന്നാൾ ദിവസത്തെ ആ രൂപത്തിൽ നമ്മൾ കണക്കാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ ദിവസമാണ്, ഒരിക്കലും ഒരു വരണ്ട ദിവസമല്ല. പെരുന്നാൾ ദിവസം ഒന്നും ചെയ്യാൻ പറ്റൂല. പെരുന്നാൾക്ക് പള്ളിയിൽ പോയി പിന്നെ ഈദ്ഗാഹിന് പോയി നിസ്കരിക്കുക, തിരിച്ചു വരിക, പിന്നെ ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, അതല്ല പെരുന്നാൾ എന്ന് പറഞ്ഞാൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തിന് അവസരം നൽകിയ ദിവസങ്ങളാണ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ. കുടുംബ സന്ദർശനങ്ങൾ നടത്തട്ടെ, കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന് കളിച്ചിരികൾ, സന്തോഷങ്ങൾ, കളികൾ നടത്തട്ടെ, അവർ പാട്ടുപാടട്ടെ, അതൊക്കെ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ അത് അതിരി കടക്കരുത്. സംഗീതങ്ങൾ കലർന്നു വരുന്ന പാട്ടുകൾ അതിലേക്ക് കടന്നു വരാൻ പാടില്ല. അവർ കൈമുട്ടി പാടിക്കൊള്ളട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെൺകുട്ടികൾ പാട്ട് പാടുമ്പോൾ പെരുന്നാൾ ദിവസത്തിൽ പ്രവാചകൻ അംഗീകരിച്ച് അവർ ചെയ്തുകൊള്ളട്ടെ. ഇത് ആഘോഷത്തിന്റെ ദിവസമാണെന്ന് പ്രവാചകനെ പറഞ്ഞിട്ടുണ്ട്. വീടുകളിൽ സന്തോഷങ്ങൾ ഉണ്ടാകട്ടെ. ആ രൂപത്തിൽ മറ്റുള്ള ദിവസങ്ങൾ നമുക്ക് ആഘോഷിക്കുവാനില്ല. ഈ ദിവസത്തെ ഏറ്റവും സുന്ദരമായി മനസ്സിന് സന്തോഷം ലഭിക്കുന്ന രൂപത്തിൽ ആഘോഷിക്കുവാൻ കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിവസത്തിൽ കുറെ സുന്നത്തുകൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ആ സുന്നത്തുകളൊക്കെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഈ പെരുന്നാൾ ദിവസം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, പെരുന്നാൾ ദിവസത്തിൽ കുളിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം സുന്നത്താക്കിയിട്ടുണ്ട്. ജുമുഅ ദിവസം കുളിക്കുന്നത് പോലെ, ജനാബത്തുകാരൻ കുളിക്കുന്നത് പോലെയാണ് പെരുന്നാൾ ദിവസത്തിൽ ഒരു വ്യക്തി കുളിക്കേണ്ടത്. ആദ്യം തന്റെ ഗുഹ്യാവയവം കഴുകി വൃത്തിയാക്കി, അതിനുശേഷം ഇടത് കൈ കഴുകിയിട്ട് പിന്നീട് പരിപൂർണമായ വുളൂ ചെയ്ത്, അല്ലെങ്കിൽ കാല് മാത്രം ഒഴിവാക്കി വുളൂ ചെയ്ത് പരിപൂർണമായും ശരീരത്തിലെ അവയവങ്ങളെല്ലാം മുടിയടക്കം നനയുന്ന രൂപത്തിൽ കഴുകുന്ന രൂപത്തിലുള്ള കുളിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ രൂപത്തിലാണ് പെരുന്നാൾ ദിവസം കുളിക്കേണ്ടത്. പിന്നെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക, അതല്ലെങ്കിൽ പുതിയ വസ്ത്രം ധരിക്കുക എന്ന് പ്രവാചകൻ സുന്നത്തായി പഠിപ്പിച്ചു. ഇനി പുതുവസ്ത്രമാണ് ധരിക്കുന്നതെങ്കിൽ അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത കസൗതനീഹി അസ്അലുക ഖൈറഹു വഖൈറ മാ സുനിഅ ലഹു വഅഊദു ബിക മിൻ ശദ്ദിഹി വശദ്ദി മാ സുനിഅ ലഹു എന്ന ഒരു പ്രാർത്ഥന പുതുവസ്ത്രം ധരിക്കുമ്പോൾ മാത്രം ധരിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിക്കാത്തവരാണെങ്കിൽ നമ്മൾ പഠിച്ച് ആ ദിവസം പുതുവസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അന്നേ ദിവസം പുതുവസ്ത്രം ധരിച്ചവനെ കണ്ടാൽ ഇൽബസ് ശദീദൻ വൈശ ഹമീദൻ വമുത് ഷഹീദൻ എന്ന് കണ്ടവനെ കാണുമ്പോഴും പ്രാർത്ഥിക്കുവാൻ പ്രവാചകനെ പഠിപ്പിച്ചിട്ടുണ്ട്. പുരുഷന്മാരാണെങ്കിൽ ആ പുതുവസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സുഗന്ധം പൂശൽ പ്രത്യേകം സുന്നത്തുണ്ട്. സ്ത്രീകളാണെങ്കിൽ സുഗന്ധം പൂശൽ അവർക്ക് ഹറാമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് സമയത്തും സ്ത്രീകൾക്ക് സുഗന്ധം പൂശൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ ദിവസം സുഗന്ധം പൂശൽ പ്രത്യേകം സുന്നത്തായി കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈദുൽ ഫിത്തറിന്റെ അന്ന് നമ്മൾ ഈ വരുന്ന പെരുന്നാൾ ദിവസത്തിൽ സുബഹി നമസ്കാരത്തിന് ശേഷം പള്ളിയിലേക്ക് മുസല്ലയിലേക്ക് പുറപ്പെടും മുമ്പ് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ട്, ഇനി ഒന്നുമില്ലെങ്കിൽ പ്രവാചകൻ ചെയ്തതുപോലെ ഒറ്റയിട്ട രൂപത്തിൽ ഈത്തപ്പഴമെങ്കിലും കഴിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പെരുന്നാൾ മുസല്ലയിലേക്ക് നമ്മൾ നടന്നു വരുന്നത്. പ്രത്യേകം സുന്നത്ത് ഒന്നും കഴിക്കാതെയല്ല, മറിച്ച് 30 ദിവസം നമ്മൾ സുബഹിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല. ഈ ദിവസം അള്ളാഹു നമുക്ക് നോമ്പ് ഹറാമാക്കിയ ദിവസമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പള്ളിയിലേക്ക് മുസല്ലയിലേക്ക് പോവുക എന്നത് നമുക്ക് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട വിഷയമാണ്. മാത്രവുമല്ല, പെരുന്നാൾ ദിവസത്തിൽ, ചെറിയ പെരുന്നാൾ ദിവസത്തിൽ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് നമുക്ക് തക്ബീറുകൾ മുഴക്കാനുള്ളത്.
വീട്ടിൽ നിന്ന് കുളിച്ചൊരുങ്ങി പള്ളിയിലേക്ക് പുറപ്പെടുന്ന സമയം മുതൽ നമസ്കാരം തുടങ്ങും വരെയുള്ള സമയത്താണ് പെരുന്നാൾ. ചെറിയ ഈദുൽ ഫിത്തറിന് അന്ന് തക്ബീർ മുഴക്കാനുള്ള സമയം. അതല്ലാതെ മാസം കണ്ട് കഴിഞ്ഞാൽ മുതൽ തക്ബീർ മുഴക്കുന്ന രീതി ചെറിയ പെരുന്നാളിലില്ല. അത് വലിയ പെരുന്നാളെന്ന് നേർച്ചയുള്ളത്. ഈദുൽ ഫിത്തറിന്റെ അന്ന് സുബഹിയും കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വീട്ടിൽ നിന്ന് മുസല്ലിലേക്ക് പുറപ്പെടുന്നത് മുതൽ നമസ്കാരം തുടങ്ങും വരെയുള്ള സമയത്താണ് തക്ബീറുകൾ മുഴക്കാനുള്ള സമയമുള്ളത്. ആ സമയത്തൊക്കെ നമ്മൾ ധാരാളമായി തക്ബീറുകൾ മുഴക്കിക്കൊണ്ടായിരിക്കണം മുസല്ലിലേക്ക് വരുന്ന വാഹനത്തിൽ വരുന്നവർ, കുടുംബത്തോടെ കാറിൽ വരുന്നവരൊക്കെ കാറിൽ അന്ന് എല്ലാവരും തക്ബീറുകൾ ഉറക്കെ ചൊല്ലിയിട്ടായിരിക്കണം പള്ളിയിലേക്ക് വരേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. പരസ്പരം കണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. തഖബ്ബലല്ലാഹു മിന്നാ വഅന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അത് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, പെരുന്നാൾ ദിവസത്തിൽ മുസല്ലയിലേക്ക് നടന്നു പോവുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം സുന്നത്തായി പഠിപ്പിച്ച വിഷയമാണ്. അടുത്തൊക്കെ വീടുള്ള ആളുകൾ നമുക്കറിയാം, നമ്മുടെ നമസ്കാരം ഇൻഷാ അല്ലാഹ് ME സ്കൂളിൽ വെച്ചാണ് നടക്കാറുള്ളത്. അവിടേക്ക് നടന്നെടുക്കാനുള്ള ആളുകൾ അവർ നടന്നാണ് പള്ളിയിലേക്ക് മുസല്ലിലേക്ക് നമസ്കരിക്കാനും വേണ്ടി വരേണ്ടത്. ഇനി ദൂരെയുള്ള ആളുകൾ വാഹനത്തിൽ വരുന്നുണ്ടെങ്കിലും ഈ സുന്നത്തെടുക്കാനും വേണ്ടി വാഹനം കുറച്ചകലെ പാർക്ക് ചെയ്ത് ഈ സുന്നത്തിന് വേണ്ടി നടന്നു വരിക എന്നുള്ളത് മറ്റൊന്ന് നമുക്ക് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ കുടുംബ വീടുകൾ സന്ദർശിക്കുക എന്നത്, പിന്നെ ബന്ധുക്കളെയും മറ്റും ഫോണിലോ മറ്റോ വിളിച്ച് പിന്നെ ബന്ധം പുതുക്കുക എന്നുള്ളതൊക്കെ പ്രത്യേകമായിട്ടുള്ള സുന്നത്താക്കപ്പെട്ട വിഷയമാണ്. പരസ്പരം ആളുകൾക്ക് സമ്മാനം നൽകലൊക്കെ ഇസ്ലാം അനുവദിച്ചതും പ്രത്യേകമായി പെരുന്നാൾ ദിവസത്തിൽ ഹദിയകൾ നൽകുവാൻ പ്രവാചകനെ പഠിപ്പിച്ചതുമാണ്. അതേപോലെ തന്നെ സഹോദരന്മാരെ, പെരുന്നാൾ ദിവസത്തിൽ മുസല്ലയിൽ വെച്ച് സ്വതക്ക നൽകുക എന്നുള്ളത് പ്രവാചകനെ പ്രത്യേകം സുന്നത്താക്കിയ വിഷയം. അതുകൊണ്ട് തന്നെ എല്ലാവരും മുസല്ലയിലേക്ക് വരുമ്പോൾ സ്വതക്ക നൽകാനായി പെരുന്നാൾ ദിവസത്തിൽ പിന്നെ സ്വതക്ക എന്നത് പ്രവാചകൻ സ്വീകരിച്ചതാണ്. ആ സ്വീകരിച്ചതിനെ പിന്നെ നമ്മൾ നടപ്പിൽ വരിച്ചുകൊണ്ട് നമ്മൾ കുട്ടികളുടെ കയ്യിലടക്കം ഒരു ചെറിയ തുക നൽകിയിട്ട് അത് ബക്കറ്റിലിടാൻ വേണ്ടി പറയണം. സ്ത്രീകളെ എല്ലാവരും എന്തെങ്കിലും കയ്യിൽ കരുതിയിട്ടായിരിക്കണം മുസല്ലിലേക്ക് വരേണ്ടത്. എല്ലാവരും അതിലേക്ക് ഇടാത്ത ആരും ഉണ്ടാകരുത്. അത് വലിയ തുകയാകണമെന്നില്ല. നമ്മുടെ സാധിക്കുന്നത് വലുതാണെങ്കിൽ വലുത്, ചെറുതാണെങ്കിൽ ചെറുത്. പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകൾ ഈ കാര്യം കേട്ടിട്ടില്ല എന്ന് തോന്നിയപ്പോൾ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് ഖുതുബയും കഴിഞ്ഞ് സ്ത്രീകളുടെ അടുക്കൽ പോയി പ്രത്യേകം പ്രവാചകൻ വിശദീകരണം നൽകുകയും എന്നാൽ അവരിൽ നിന്ന് കളക്ഷൻ എടുക്കുകയും ചെയ്തത് നമുക്ക് ഹദീസിൽ കാണാൻ സാധ്യമാകും. അതുകൊണ്ട് തന്നെ ആ ഒരു സുന്നത്തിനെ കൂടെ നമ്മൾ ജീവിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ധാരാളക്കണക്കിന് സുന്നത്തുകൾ ജീവിപ്പിച്ചായിരിക്കണം പെരുന്നാൾ ദിവസത്തെ നമ്മൾ കളറാക്കേണ്ടത് നിർവഹിക്കുക. അതല്ലാതെ അടിച്ചു പൊളിക്കുന്ന, അള്ളാഹുവിനെ മറക്കുന്ന, നമസ്കാരം മറക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകരുത്. പെരുന്നാൾ ദിവസം സഹോദരന്മാരെ പള്ളി കാലിയാകരുത്. ളുഹറിനും അസ്റിനും മഗ്രിബിനും ഇശായിനും ഒക്കെ ഇപ്പോൾ എങ്ങനെയാണോ പള്ളി ഉണ്ടായത് അതേ രൂപത്തിൽ തന്നെ ജമാഅത്തിന് പള്ളിയിലേക്ക് എത്തുവാൻ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സമയത്ത് നമസ്കരിക്കുവാൻ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളെല്ലാം കൃത്യമായി ചെയ്ത് അതിൽ